ഗെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പുത്തരി അല്ല എന്നുള്ളത് കേരളക്കരയിലുള്ളവർക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അപ്പോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു കുഞ്ഞു ഗെയിം, വളരെ ചെറിയൊരു ഗെയിം കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത് വളരെ ചെറിയ ഗെയിം ആയിരിക്കും, എന്നെ വിശ്വസിക്കാം. റെഡിയാണോ? വിശ്വസിക്കാനാണെങ്കിൽ തയ്യാറല്ല, ഗെയിം കളിക്കാൻ റെഡിയാണ്. ഓക്കെ ശരി, വിശ്വസിക്കാൻ പക്ഷെ റെഡിയാണ്. എന്തോ ആയിക്കോട്ടെ. ഇതിന് ജയിക്കുന്നവർക്ക് ഒരു അടിപൊളി സമ്മാനമുണ്ട് ആൻഡ് പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ ആ പണിഷ്മെന്റ് കുറച്ച് ഹെവി ആയിരിക്കും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജയിക്കണം. പണിഷ്മെന്റ് മേടിച്ച് ശീലമുണ്ട്. നമ്മുടെ പണിപാളി എന്നുള്ള സെഗ്മെന്റിൽ സായിയും രമ്യയും റെഡി ആയിട്ടിരിക്കുകയാണ് ഗെയിം കളിക്കാനായിട്ട്. സോ ഈ ഗെയിമിന് ആവശ്യമായിട്ടുള്ള 2 ചോപ്പ് സ്റ്റിക്കുകളാണിത്. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് ബോൾട്ടുകൾ ഇട്ടിട്ടുണ്ട്, കണ്ടോ? ഈ ബോൾട്ടുകൾ ഈ വെള്ളത്തിൽ നിന്ന് നിങ്ങൾ ഈ ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യണം. അടുത്തത് എടുക്കണം, അതിന്റെ മുകളിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ 1 മിനിറ്റ് സമയത്തിൽ എത്ര ബോൾട്ടുകൾ നിങ്ങൾ കളക്ട് ചെയ്യും അല്ലെങ്കിൽ അടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഗെയിമിന്റെ വാശിയേറിയ മത്സരത്തിന്. ഇവർ റെഡിയാണ്. അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് ആരാണ്? പക്ഷെ രമ്യാണോ സായിയാണോ? സായിയാണോ രമ്യാണോ? രമ്യാണോ സായിയാണോ? ജയിക്കുന്നത് ഞാനായിരിക്കും ഫസ്റ്റ് ചെയ്യുന്നത്. ജയിക്കുന്നത് രമ്യാണ്, പക്ഷെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സായി ആണെന്നാണ് പറയുന്നത്. അപ്പൊ സായി റെഡി? ഞാൻ റെഡിയാണ്. റെഡി 1 2 3 മ്യൂസിക്. 5 മിനിറ്റിനകം എല്ലാം റെഡിയാകും. 2 ബോൾട്ടുകൾ ഇവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. താഴെ പോയത് എടുക്കാലോ? എടുക്കാം. റയലിന്റെ അസുഖമുണ്ടോ? ചെറുതായിട്ട്. 2 അടിച്ചില്ലെന്ന് തോന്നുന്നു. 2 അടിക്കാത്തതാണോ? 1 2 3 4 കോൺസെൻട്രേഷൻ. സമയമാണ് നിങ്ങൾക്കുള്ളൂ. എന്ത് വിധീത്, വല്ലാത്ത ചതീത്. ഇനി ഒന്നേന്ന് ചെയ്യണം. റെഡി? വളരെ ഗംഭീരമായി സായി കളിച്ചുകൊണ്ടിരുന്നായിരുന്നു. ആരുടെയോ കണ്ണ്, രമ്യയുടെ കണ്ണ്. എടുക്ക. 20 സെക്കൻഡ് കൂടി ഉള്ളൂ. Only 20 more seconds. Ready? 1 അതെന്താ സംഭവം അറിയോ? ഞാൻ പറഞ്ഞില്ലേ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇല്ലേ, അത് എന്റെ കൈയുടെ വിറയൽ. ഇതായിരിക്കും. 5 4 3 2 1 ഈ അമൃത ചാനൽ വഴി, അമൃത ഹോസ്പിറ്റൽ വഴി എന്റെ കൈയുടെ വിറവലൊന്നും മാറ്റി തരികയാണെങ്കിൽ ഞാനിത് ജയിച്ചതായി പറ്റുമത് ഇല്ല പ്രഖ്യാപിക്കും. എന്തായാലും നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു തരുന്നതായിരിക്കും. ഈ വിറയൽ എന്നുള്ള അസുഖം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പരിഗണിക്കുമെന്ന് വിചാരിക്കേണ്ട. കാരണം ഇവിടെ ഗെയിം സ്പിരിറ്റിൽ എടുക്കണം. 1 2 3 4 4 കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ആവേശം കൂടിയോണ്ടായിരിക്കും ഇടയിൽ പോയത്. അത് നന്നായിട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആങ്കറായിട്ട് ഇന്ന് പലതും പറയാൻ പലർക്കും പറ്റും. ഒന്നൊന്ന് കാണിച്ചേ, കാണിക്കേ. വെല്ലുവിളി ഏറ്റെടുക്ക്. നിനക്ക് വെല്ലുവിളി പാട്ടിട്ടെടുത്തേ. നോക്കണം കേട്ടാ, നമ്മൾ കൈ എത്തുന്നിടത്ത് മെയ് എത്തണം. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇച്ചിരി കൂടെ കുറച്ച് മാറും. രമ്യ മറ്റേ കണ്ണ് നിന്റെ കണ്ണ് എന്നാ നിനക്ക് കണ്ണിന്റെ കൂടി ചികിത്സ സാധ്യതയെന്ന് ഞാൻ പറയുകയാണ്. ഒരിന്ന് അടിപൊളിയായിരിക്കല്ലോ. കണ്ണിവിടെ എത്തും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണിവിടെ എത്തുന്നു. ബോൾട്ടാണെന്ന് പോലും മനസ്സിലാവില്ല. വെള്ളെഴുത്തായി വെള്ളെഴുത്ത്. നമ്മൾ ഒന്നായ കാര്യം മറക്കരുത്, മനസ്സിലായോ? കണ്ട ഇത് സെറ്റാണ്. അപ്പൊ കണ്ണിന്റെ പ്രശ്നം എന്താ തീർന്നില്ലല്ലോ. 2 അപ്പോയിന്റ്മെന്റ്. അങ്ങനെ കണ്ണിനും കൈക്കും.
ജയിച്ചു. ആ, ശരി. 4 5 വെച്ചു. സായിയുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. രമ്യ നിനക്കാണ് 5 പടത്തി വിടണം. ഇല്ല ഞാൻ അല്ല പണിഷ്മെന്റ് സാഹസിക ചെയ്യേണ്ടി വരും. അല്ല അങ്ങനെയല്ല. ഇല്ല, ഇത് ഞാൻ വെറുതെ ചെയ്താണ്. 4 എന്ന സായിയുടെ കൗണ്ടിനെ മറികടന്നാൽ രമ്യ ജയിക്കും. അപ്പൊ 2 അപ്പോയിന്റ്മെന്റ് ഫിക്സ്. വേറെയും റെഡി. അടുത്തത് രമ്യയുടെ ചാൻസ് ആണ്. റെഡി 1 2 3 മ്യൂസിക്. മനസ്സ് ഏകാഗ്രമായി വെക്കണം. മനസ്സിൽ വേറെ തോട്ട്സ് ഒന്നും വരരുത്. ഓ, രമ്യക്ക് ട്രെയിനിൽ പോകാൻ പേടിയുണ്ടോ? ട്രെയിൻ പാളം ഇങ്ങനെ പോകുന്നത് പേടിയുണ്ടോ? ഫ്ലൈറ്റിൽ പോകുന്ന പേടിയുണ്ടോ? ഫ്ലൈറ്റിൽ മോളെ കറക്റ്റ് കേട്ടാ. അയ്യോ ഇതേ പോയി. അയ്യോ ഇത് പോകും. 1 2 3 4. ഒരെണ്ണം കൂടി വെച്ചുണ്ടല്ലോ. സാഹസിക ജയിച്ചു. ഒരെണ്ണം കൂടി വെച്ചോ വെറുതെ. ആടിപ്പോളി. കണ്ടുപിടിക്കട. ഇതാണ് നമ്മളൊന്നും എന്ത് തേങ്ങ കാണിച്ചിട്ടും കാര്യം. രമ്യയുടെ ആത്മസമർപ്പണം, ഡെഡിക്കേഷൻ ആണ് ഇവിടെ കണ്ടത്. ഞാൻ വിചാരിച്ചു ലാസ്റ്റ് മിനിറ്റ് തോൽക്കും, പക്ഷെ തോറ്റില്ല. അത് നമ്മുടെ ആഗ്രഹമല്ലേ? നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ രമ്യ വെറുതെ വളരെ ഗംഭീരമായിട്ട് കളിച്ചിരിക്കുകയാണ്. സൂപ്പർ. അപ്പൊ ഇനി രമ്യക്കുള്ള ഒരു കിഡ്ലൻ സമ്മാനം ആൻഡ് സായിക്കുള്ള പണിഷ്മെന്റുമായിട്ട് ഞാൻ ദാ വരുന്നു.